ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് ചക്ക വെച്ചിട്ടുള്ള ഒരു അടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ മിക്സിയിലൊന്നും അടിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മെൽട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ചേർത്ത ചക്കയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. ബാക്കിയുള്ളത് ഞാനൊന്ന് വരട്ടി വെക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊട്ട തേങ്ങ ചെറുതായി മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കൈവച്ച് നന്നായി കുഴച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് ഇല ആക്കിയിട്ട് എടുത്താം. ഇത് ഞാൻ പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കോട്ടിയെടുത്തിട്ട് ഇതിൽ ഈ ചക്കയുടെ മിക്സ് നിറച്ച് കൊടുക്കുകയാണ്. ഇത് കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ചക്കയുടെ ഇതുപോലെയാണ് ഞാൻ ഈ ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ വാരി നിറച്ച് മുഴുവൻ നിറയ്ക്കാൻ പാടില്ല, കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഫില്ലായി വരും. പിന്നെ ഞാൻ ഇത് എടുത്തത് ഉപ്പിലയുടെ ഇലയാണ്. ചില സ്ഥലത്ത് ഇതിന് വട്ടയില എന്ന് പറയും. ഇവിടെ കണ്ണൂരുകാർ ഉപ്പിലയുടെ ഇല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും കൂടി കുറച്ച് നിറച്ച് ആണ് വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാൻ കുറച്ച് പ്ലാവിലയിലും അതുപോലെ ഉപ്പിലയുടെ ഇലയിലും ആക്കിയിട്ട് ആണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ എല്ലാം നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. പിന്നെ പഴുത്ത ചക്ക കൊണ്ട് പലതരത്തിൽ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കും. നെയ്യപ്പം ഉണ്ടാക്കാം, അതുപോലെ പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് പഴയ കാലത്തേ ഉണ്ടാക്കുന്നതാണ് ഈ ചക്കയുടെ അട. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തു. വൈകുന്നേരം ചായക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചക്ക വരട്ടി വെച്ചതുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതൊന്ന് എടുത്തിട്ട് ചക്ക വരട്ടിയത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതൊന്ന് ലൂസായി വരും. അപ്പോൾ അരിപ്പൊടിയും ചേർത്ത് നമുക്ക് കുഴച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എല്ലാം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ആവി കയറ്റിയാൽ നമ്മുടെ സ്നാക്സ് റെഡിയായി. എനിക്ക് കുറച്ച് അസുഖമായിട്ടിരിക്കുകയാണ്, നല്ല സുഖമില്ല, പനിക്കുന്നുണ്ട്. അപ്പോൾ പനി മാറിയിട്ടുണ്ട്, എന്നാലും സൗണ്ടൊന്നും അത്ര ശരിയായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി, അതാണ് ഇത് തയ്യാറാക്കിയത്. ഇതുപോലെ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അട റെഡിയായിട്ടുണ്ട്. ഇനി ഇത് വേറെയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് ചക്ക നമ്മളെ കയ്യിൽ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ പഴുത്ത ചക്ക വരട്ടി എടുത്ത് വെച്ചാൽ നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കുകയാണ്, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ
എല്ലാവരും തയ്യാറാക്കുക. താങ്ക് യു.